നമുക്കൊരു നാടൻ രീതിയിൽ എളുപ്പത്തിൽ ഒരു ചീര പരിപ്പ് കറി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ചീര, ഇത്രയും ചീരയാണ് ഞാൻ എടുക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളമൊക്കെ വാർത്തെടുക്കണം. അത് കഴിഞ്ഞ് ഒരു കുക്കർ എടുത്ത് അതിലോട്ട് ഒരു അര കപ്പ് നല്ല കഴുകി വൃത്തിയാക്കിയ പരിപ്പിട്ട്, പിന്നെ ഒരു 1/4 മുതൽ ഒരു അര ടേബിൾ സ്പൂൺ വരെ മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടി ഈ കറിക്ക് ടോട്ടലായിട്ട് ആവശ്യമുള്ള അത്രയും ഇപ്പോൾ തന്നെ ഇടുന്നുണ്ട്. അത്രയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട്, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് ഒരു 2-3 വിസിൽ അടുപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് പരിപ്പ് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാണ് വേണ്ടതെങ്കിൽ ഒരു 4 വിസിൽ വരെ അടുപ്പിക്കാവുന്നതാണ്. അപ്പോൾ കുക്കർ അവിടെ വിസിലടിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് ഒരു ചട്ടി എടുത്ത് നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അതാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ്. എന്നിട്ട് കടുക് ഒരു 1/4 ടേബിൾ സ്പൂൺ വരെ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഞാൻ ആ ഒരു സ്റ്റെപ്പ് ഇവിടെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അത് മൂത്ത് കഴിഞ്ഞാൽ അതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഈ പച്ചമുളകും ഈ കറിക്ക് ഇപ്പോഴാണ് ഇടുന്നത്. വേറെ എരിവിനായിട്ട് ഇനി എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അത് എത്രയാണോ വേണ്ടത് അത്രയും ഇടാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു കൂട്ടും ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അത് കഴിഞ്ഞാൽ അതിലോട്ട് ഒരു അര കഷ്ണം സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ചട്ടി ഒന്ന് മൂടി വെക്കാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സവോളൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെച്ച ആ ചീര അതിടാൻ സമയമായി. ചീര ഇട്ട ഉടനെ നമ്മൾ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ അങ്ങോട്ട് മൂടി വെച്ചാൽ മതി. ഈ ചീരയിലോട്ട് ചൂടെത്തുന്നതിനനുസരിച്ച് അത് വാടി അത് അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ ഒരു സുഖമായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇനി മൂടി തുറന്ന് ഒന്ന് ഇളക്കി അതിൻ്റെ ചൂട് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ ഇട്ട ചീരൻ്റെ ഒരു 1/3 ഭാഗമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുമുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു പരിപ്പ് ഇതിലോട്ട് ഒഴിക്കാം. ഞാൻ ഈ പരിപ്പ് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലൊന്നും ആക്കിയിട്ടില്ല. എനിക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കടിക്കുന്ന രൂപത്തിലാക്കുന്നതാണ് ഇഷ്ടം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടുക. നമ്മൾ പരിപ്പിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി മൂടി വെച്ച് അതൊന്നുകൂടി വേവിച്ചെടുക്കുക. ആ ഒരു സമയം കൊണ്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിലോട്ട് അര കപ്പ് തേങ്ങ, ഒരു 1/4 ടേബിൾ സ്പൂൺ വരെ ചെറിയ ജീരകവും ഇട്ട് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. ശേഷം ഈ അരപ്പ് ഈ ഒരു മിക്സിലോട്ട് ഒഴിക്കുക. കുറച്ച് തീ അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. പക്ഷേ ശ്രദ്ധിക്കണം, തേങ്ങ ഇട്ടതിന് ശേഷം വല്ലാതെ അങ്ങോട്ട് തിളക്കാൻ പാടില്ല. ഈ കറിയുടെ സൈഡ് ഭാഗത്തുനിന്ന് ചെറിയൊരു തിളപ്പ് വരുന്നത് കണ്ടാൽ അപ്പോൾ തന്നെ അങ്ങോട്ട് ഓഫ് ചെയ്യണം. വല്ലാതെ തിളച്ചാൽ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് പോയി പോകും. ഇനി തീ ഓഫാക്കിയതിന് ശേഷം കറി ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കുക. അത്രേ ഉള്ളൂ പരിപാടി. സിമ്പിളായിട്ട് ഈസി ആയിട്ട് നല്ല നാടൻ രീതിയിലുള്ള ചീര പരിപ്പ് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ശരി എന്നാ.